നബി സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഒന്നാമത് ശിർക്ക് ബില്ലാഹ്, അല്ലാഹുക്ക് ശിർക്ക് ചെയ്യലാ. താൽക്കാലിക ലാഭത്തിന് വേണ്ടി അസുഖത്തിന്റെ പീഡയിൽ ഞെരുവിരി കൊള്ളുമ്പോ, പ്രവാസ ലോകത്തേക്ക് പോയ പൊന്നുമോന് ജോലിയില്ലാതെ പ്രയാസപ്പെടുമ്പോ, ആരെങ്കിലും പറഞ്ഞത് കേട്ട് നേർച്ചകൾ അല്ലാഹുക്ക് പോലും പൊറുക്കാത്ത നേർച്ചകൾ ചെയ്യുന്നവരെ, മഹാന്മാരായ ഔലിയാഇന്റെ സ്വഹാബിന്റെ ഖബറുകളിൽ പോയി ആ ഖബറുകളിൽ കെട്ടിവീണ് സുജൂദ് ചെയ്യുന്നവരെ, ആ ഖബറിന്റെ അടുത്ത് വിളക്ക് കത്തിച്ചു വെക്കുന്നവരെ, ആ ഖബർ തൊട്ടുമുത്തുന്നവരെ, നമുക്കതിന് അല്ലാഹു അനുവദിച്ചിട്ടില്ല മോനെ. അല്ലാഹുവിന് മുമ്പിൽ അർപ്പിക്കേണ്ട ആരാധന മഹാനായ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ സിയാറത്ത് ചെയ്യാ പൊന്നാനിയിൽ പോകുന്നവരുണ്ടല്ലോ, സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കാണാൻ പോകുന്നവരുണ്ടല്ലോ, മമ്പുറത്ത് മഹാനായ സയ്യിദ് അലവി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കാണാൻ പോകുന്നവരില്ലേ? ആ മഹത്തുക്കളുടെ ഖബറിടത്തിൽ പോയി സുജൂദ് ചെയ്യാ. എങ്ങാനും തുനിഞ്ഞു പോയാ പെങ്ങളെ, നിന്റെ മകന് വിദ്യാഭ്യാസം ഉയർന്ന വിദ്യാഭ്യാസം കിട്ടാ, അതെ എൻട്രൻസിൽ ഉയർന്ന മാർക്ക് കിട്ടാ, SSLC നല്ല പഠിത്തം കിട്ടാ, അതേ +2 നല്ല മാർക്ക് കിട്ടാൻ A+ കിട്ടാ, അല്ലാഹു പൊറുക്കാത്ത പാപങ്ങളിലേക്ക് നിന്ന് കമഴ്ന്നു വീഴുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ അടിവരയിട്ട് പറയുകയാണ്, ഇന്ന ശിർക ലദുൽമുൻ അദീം. ശിർക്ക് ഒരു പാപമല്ല, അത് പാതകമാണ്. അല്ലാഹു ഒരിക്കലും പൊറുക്കാത്ത പാപം.